ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ ക്ലൈമാക്സിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഷിത പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു സത്യം നമ്മുടെ പ്രിയാമണിക്ക് മനസ്സിലാവുകയും മനസ്സുനി അമ്മേനെ അടിച്ച് ഒതുക്കുന്ന ഭാഗത്തോടെയാണല്ലോ ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത്. അങ്ങനെ നമുക്ക് തിങ്കളാഴ്ച കാണാൻ സാധിക്കുന്നത് പ്രിയാമണി ആണെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുക കേട്ടോ. അതായത് എല്ലാവർക്കും കൊടുക്കേണ്ട സന്തോഷക്കാരി എല്ലാവർക്കും കൊടുക്കാനായിട്ട്. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്കാണ് പ്രിയാമണി മാഷും കൂടി വരുന്നത്. അപ്പൊ പ്രിയാമണി പറയുന്നുണ്ട്, മോളെ ഇത് കുറച്ച് പായസമാണ്, എല്ലാവർക്കും കൂടി കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയണ്ടേ, അല്ലെങ്കിലും പ്രിയാമണി അങ്ങനെയാണല്ലോ, എന്ത് സന്തോഷകാരുണ്ടെങ്കിലും അപ്പൊ പായസം ഉണ്ടാക്കും എന്ന് പറയണം. അപ്പൊ പ്രിയാമണി പറയണ്ടേ, ഇത് ഒരു സന്തോഷമല്ലല്ലോ, രണ്ട് സന്തോഷമല്ലേ കൈവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഇഷിത ചോദിക്കണ്ടേ, രണ്ട് സന്തോഷമോ, അതെന്തൊക്കെയാമേ? ഒന്ന് മഹേഷ് എഴുന്നേറ്റ് നടന്നാണെന്ന് അറിയാം, രണ്ടാമത്തെ സന്തോഷം അമ്മ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോഴേക്കും പ്രിയാമണി മഹേഷിന്റെ മുഖത്തേക്ക് നോക്കാണ്. മഹേഷ് പണ്ട് അടോ അതൊക്കെ ഉണ്ടോ, താൻ ഇപ്പൊ അതൊന്നും അറിയണ്ട, രണ്ടാമത്തെ സന്തോഷം ഉടനെ വരും, താനിപ്പോ ഒരു കാര്യം ചെയ്യും, പായസം കുടിക്കേ, അമ്മ ആദ്യത്തെ പായസം ഞങ്ങൾക്ക് തന്നെ തന്നൂടെ, പിന്നെ നിങ്ങൾക്കാണ് ആദ്യത്തെ പായസം തരുന്നത് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി ചോദിക്കണ്ട, അപ്പൊ എനിക്കോ എന്ന് പറയുമ്പോൾ മാഷ് ചിപ്പിയുടെ കവിളിലൊരു ഉമ്മ കൊടുക്കാണ്, എന്റെ പൊന്നു മോൾക്കും ഉണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ശേഷം ഒരു പാത്രത്തിൽ പായസം എടുത്തിട്ട് മഹേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പ്രിയാമണി. അതിലൊരു ടീസ്പൂൺ ഇട്ടതിന് ശേഷം മഹേഷ് ആ പായസം ഇഷിതേനെ കൊണ്ട് കുടിപ്പിക്കുക കേട്ടോ. എല്ലാവരും അത് കൈയടിക്കുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് രജനിയും അതുപോലെ തന്നെ ആദ്യം കൂടി കയറി വരുന്നത്. അവര് വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് മഹേഷ് ഇഷിതക്ക് പായസം കൊടുക്കുന്ന കാഴ്ചയാണ്. അത് കാണുന്നത് രചനക്ക് സഹിക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പൊ ആദ്യം ഭയങ്കര കൂളായിട്ട് ചോദിക്കണ്ട, ആഹാ ഇവിടെ നല്ല പായസത്തിന്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, സ്മെല്ല് അടിക്കുമ്പോ തന്നെ അറിയാം സൂപ്പർ പായസമാണെന്ന്. അപ്പോ പ്രിയാമണി ഞാനാ മോനെ ഉണ്ടാക്കിയതെന്ന് പറയണാണോ? അപ്പോ അമ്മമ്മ എനിക്കും ഇല്ല പായസം, പിന്നെ എല്ലാവർക്കും ഉണ്ട് പായസം എന്ന് പറയാണ്. ആ സമയത്ത് മഞ്ജുമ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ രചന മഞ്ജുമിന്റെ അടുത്തേക്ക് പോവാട്ടോ. മഞ്ജുമ രചനനെ കൂട്ടിക്കൊണ്ട് ബാൽക്കണിയുടെ സൈഡിലേക്ക് പോകുന്നുണ്ട്. രചന ചോദിക്കുന്നുണ്ട്, എന്താ മഞ്ജുമ, എന്താ ഇവിടെ വിശേഷം, പായസമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ? ആ അത് വേറൊന്നല്ല, മഹേഷ് എഴുന്നേറ്റ് നടന്നല്ലോ. ആ ആദ്യം പറഞ്ഞിരുന്നു, ചിപ്പിയാണല്ലോ വിളിച്ചു പറഞ്ഞത്. ആ അതെ, അതിന്റെ സന്തോഷമാണെന്ന് പറഞ്ഞിട്ടാണ് പായസം കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ സന്തോഷം മാത്രമല്ല, വേറെ എന്തോ ഒരു കാര്യമുണ്ട്. പക്ഷെ എത്ര ഞാൻ ഇവിടെ നിന്നിട്ടും അവർ ആ കാര്യം തുറന്നു പറയുന്നില്ല. വേറെ എന്ത് സന്തോഷമോ അവർക്കിടയിൽ ഇനി വരാനുള്ളത് അറിയില്ല രജനി. എന്തായാലും മഹേഷ് എഴുന്നേറ്റ് നടന്നത് മാത്രമല്ല ഇവർ സന്തോഷിക്കുന്നത്, വേറെ എന്തോ ഒരു റീസൺ ഉണ്ട്, അത് ഉറപ്പാണ് എന്ന് മഞ്ജിമ പറയാണ്. അപ്പൊ അതിനെക്കുറിച്ച് രജനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അതല്ലാതെ വേറെ എന്തായിരിക്കും സന്തോഷ വാർത്ത എന്നിങ്ങനെ ആലോചിക്കാട്ടോ. ശേഷം രജനക്ക് ഒരു കപ്പ് പായസം കൊടുക്കുന്നുണ്ട്. രജന അത് കുടിക്കണമെന്ന് കേട്ടോ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാണ് ചെയ്യണത്. രജന നോക്കുമ്പോഴേക്കും മഹേഷും ഇഷിത ഭയങ്കര സ്നേഹത്തിലൊക്കെ ആട്ടോ അവർ തമ്മിൽ പ്രണയിക്കുന്നു, പായസം പരസ്പരം കൊടുക്കുന്നു. അതൊന്നും തന്നെ രജനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. ശേഷം മഹേഷ് എല്ലാവരുമായിട്ട് ഒരു കാര്യം പറയാണ്, അതെ എനിക്ക് എല്ലായിടത്തും ഒരു കാര്യം പറയാനുണ്ട്. കുറെ നാളത്തെ ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോണം എന്നൊക്കെ വിചാരിച്ച് പോവാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ ഹണിമൂൺ ട്രിപ്പായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു 2 ഡേ ട്രിപ്പായിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനും ഇഷിതയും എന്റെ 2 മക്കളും. എങ്ങനെയുണ്ട് എന്ന് ഇഷിത പറയുന്നുണ്ട്. അതിനെന്താ, നമുക്ക് പോവാലോ എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട്, അത് പിന്നെ മഹേഷ് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയും, രചന ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് രചനനെ മാറ്റി നിർത്താണ്. രചന എടുത്ത് പറയുന്നുണ്ട്, രചന ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? ആകാശാണ് എന്നെ കൊലപ്പെടുത്തിയാൻ ശ്രമിച്ചത് എന്നുള്ള ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, അത് ആകാശിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് ശേഖരിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ അത് ശേഖരിച്ചായിരുന്നോ? മഹേഷ് അതിനകത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, അത് ശേഖരിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്, എന്നിട്ട് നമുക്ക് പഴയ സ്നേഹത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കാം. അതുവരെ ആദ്യം ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ, ഒരു 2 ദിവസം ആദ്യം ഞങ്ങളുടെ കൂടെ നിൽക്കണേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഇല്ല, മഹേഷ് അവനെ കൊണ്ടുപോയിട്ടോ കുഴപ്പമൊന്നും പറയാണ്. ആദ്യക്ക് സന്തോഷമാവാട്ടോ. അങ്ങനെ ആദ്യം മഹേഷും ഇഷിതയും അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പിയും കൂടി ചേർന്നിട്ട് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാണ്. 2 ദിവസത്തേക്ക് അവർ ഊട്ടി കൊടൈക്കനാലൊക്കെ ജസ്റ്റ് വേഗം ഒന്ന് ഓടി നടന്നിട്ട് പോയി വരാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. അവിടെ എത്തുമ്പോൾ ഇഷിതയും മഹേഷും ഹണിമൂൺ ഒരു മൂഡിലാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ആദ്യം അതുപോലെ തന്നെ ചിപ്പി ആണെങ്കിൽ സ്ഥലങ്ങളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ആദ്യക്കാണെങ്കിൽ ചിപ്പിയുടെ കൂടെ ഇങ്ങനെ കറങ്ങാൻ കിട്ടിയ ഒരു അവസരമല്ലേ. അപ്പൊ കുട്ടികൾ കളിക്കാനും അതുപോലെ തന്നെ ഓടി നടക്കാനൊക്കെയാണ് ആ 2 ദിവസം മുതലെടുക്കണത്. അതേസമയം ഈ മഹേഷ് ആണെങ്കിലോ ഇഷിതനും കൊണ്ട് എപ്പോഴും റൂമിൽ തന്നെയാണ് കേട്ടോ. അവര് തമ്മിൽ ഹണിമൂൺ ആഘോഷിക്കുന്നു, അവര് തമ്മിൽ പ്രണയം പങ്കുവെക്കുന്നു, അവർ തമ്മിൽ ബെഡിൽ കിടക്കുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, അവര് തമ്മിൽ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് പ്രൊമോയില്. അങ്ങനെ നമ്മുടെ ഇഷിതയും മഹേഷൊക്കെ അവര് വീട്ടിൽ വെച്ചിട്ട് ഒന്നായതാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പൊ കിട്ടിയ 2 ദിവസം മാക്സിമം അവർ മുതലെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർ ഹണിമൂൺ, അതായത് ഈ
2 ദിവസത്തെ ഹണിമൂൺ ട്രിപ്പ് എന്ന രീതിയിൽ തന്നെ അവര് ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കുകയാണ്. അതിനുശേഷം 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇഷിതയും മഹേഷും അതുപോലെ ആദ്യം ചിപ്പിയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ആദ്യം തിരിച്ച് രചനയുടെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇഷിതടുത്ത് ഇങ്ങനെ സ്വപ്നവല്ലിയൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ട്രിപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഇഷിത നാണത്തോടെ റൂമിലേക്ക് പോവാണ്. അപ്പൊ രാമനാഥൻ പറയുന്നുണ്ട് എന്റെ സ്വപ്നവല്ലി നോക്കിക്കോ, 2-3 മാസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞുവാവയും കൂടി വരും എന്ന് പറയാണ്. അതിന് രാമനാഥൻ 2-3 മാസമല്ല, അതിനൊരു 10 മാസമൊക്കെ വേണം. എന്റെ സ്വപ്നം വയറ്റില് കുഞ്ഞായി കഴിഞ്ഞാൽ അതൊരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ രാമൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഉടനെ തന്നെ നമുക്കൊരു വിശേഷം കേൾക്കാൻ പറ്റും. എന്റെ ചിപ്പിമോളുടെ പ്രാർത്ഥന പോലെ എല്ലാം നടക്കട്ടെ എന്ന് സ്വപ്നവല്ലി പറയാണ്. അപ്പോ ടൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പ്രിയാമണി ചോദിക്കണം മോളെ ടൂറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചോ? അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ട്രിപ്പൊക്കെ ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ദിവസങ്ങൾ കുറച്ചങ്ങോട്ട് കടന്നു പോകാണ്. ഇഷിതയെ മഹേഷ് പ്രണയിച്ചുകൊണ്ടേയിരിക്കാട്ടോ. മഹേഷ് ആണെങ്കിൽ കമ്പനി പോലും പോവാതെ ഇഷിതനെ കാണാൻ വേണ്ടി നേരത്തെ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ സ്വപ്നവല്ലിക്ക് രാമനാഥന് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അവര് പരിസരമൊന്നും നോക്കുന്നൊന്നുമില്ല. അവര് നല്ല രീതിയിൽ തന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കാട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിത ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകാൻ കാർ എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തല കറക്കം പോലെ തോന്നുകയാണ്. ഇഷിത അവിടെ തന്നെ ബോധം കെട്ട് വീഴുവാട്ടോ. പക്ഷെ ഇഷിത അവിടെ വീണ കാര്യം ആരും അറിയുന്നില്ല. തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെയാണ് ആദ്യം അറിയണത്. പിന്നെ ഇഷിതനെ അവിടെ മഹേഷിനെയും സ്വപ്നവല്ലിനെയൊക്കെ വിവരം അറിയിക്കുന്നില്ല. അപ്പൊ പ്രിയാമണിയും അതുപോലെ മാഷും എല്ലാവരും ഇത് അറിയാട്ടോ. എല്ലാവരും കൂടി പൊക്കിയെടുത്തോണ്ടാണ് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് ഇഷിതനെ ഹോസ്പിറ്റലിൽ എത്തിക്കണത്. അപ്പൊ ഇഷിതനെ ഇങ്ങനെ എല്ലാവരും അയ്യോ എന്ത് പറ്റിയത് എന്റെ മോൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചുറ്റും നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഡോക്ടർ അടുത്തേക്ക് വരുന്നുണ്ട്. ഡോക്ടർ ഇഷിതയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം പറയണേക്കാളും നല്ലത് ഇഷിത ഒരു ഡോക്ടറാണല്ലോ, ഇഷിത തന്നെ ഈ റിപ്പോർട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഇഷിതൊക്കെ ടെൻഷൻ ആവാണ്. ഇഷിത എന്താണാവോ ഡോക്ടർ പറയാൻ മടിക്കുന്നത്, ഇനി വലിയ ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ പേടിച്ച് ഇഷിത ആ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോകുക കേട്ടോ. നോക്കുമ്പോൾ ഇഷിത ട്വിൻസ്, അതായത് ഇരട്ട കുട്ടികളുടെ അമ്മയാവാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ റിപ്പോർട്ടാണ് കേട്ടോ. അതായത് ഇഷിത ഗർഭിണിയാണ് എന്നുള്ളതിന്റെ ബ്ലഡ് റിപ്പോർട്ടാണത്. അപ്പോ പ്രിയാമണിയും സ്വപ്നവല്ലി രാമനാഥനും മാഷൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാ മോളെ എന്താ മോൾക്ക് റിപ്പോർട്ട് തന്നത്, എന്താ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്, പറ മോളെ ടെൻഷനായിട്ട് വയ്യ എന്ന് പറയുമ്പോൾ സ്വപ്നവല്ലിയടുത്തും പ്രിയാമണിയടുത്തും മാഷിനോടും രാമനാഥനോടും മഹേഷിനോടും ചിപ്പിയുടെ അടുത്തൊക്കെ ആയിട്ട് ഇഷിത വിളിച്ചു കൂവി പറയാണ് ഞാനൊരു അമ്മയാവാൻ വേണ്ടി പോകുകയാണെന്ന് പറയാണ്. എല്ലാവർക്കും സന്തോഷമാവാട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗമാണ് ക്ലൈമാക്സ് ഭാഗമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രിയാമണി ആ ഒരു സന്തോഷ വാർത്ത അഷിതനെ വിളിച്ച് പറയാണ്. അഷിതെ നിന്നെ പറയുന്നുണ്ട് അതായത് നമ്മുടെ ഇഷിതക്ക് വിശേഷം കേട്ടോ എന്നൊക്കെ പറയാണ്. അഷിതക്ക് ഭയങ്കര സന്തോഷമാവണം, മനസ്സിന് തകർന്നു പോവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിന് ഒരു കോള് വരുവാണ്. അതായത് ഇഷിത പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ആ സമയം തന്നെ മഹേഷിന് ഒരു കോള് വരുവാണ്. വേറൊന്നുമല്ല, വിനോദ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു. വിനോദ് അടുത്ത ദിവസം തന്നെ റിലീസ് ആവാൻ പോവാണെന്ന്. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാവണം. അപ്പൊ സ്വപ്നവല്ലിയൊക്കെ പെടുവോ വരാൻ പോകുന്ന കുഞ്ഞിന്റെ ഒരു ഭാഗ്യേ എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ച് നിർത്തുന്ന ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ ഈ വെള്ളിയാഴ്ച കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.